ദിയ കൃഷ്ണയുടെ OBOC എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഇഷ്യൂ. കാരണം ഇപ്പൊ കുറെ ഡീറ്റെയിൽസ് പുറത്തോട്ട് വരുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ദിയ കൃഷ്ണയുടെയും കൃഷ്ണകുമാറിന്റെ ഒരു എക്സ്പ്ലനേഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇവരുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത 3 സ്റ്റാഫ് എക്സ്പ്ലനേഷനുമായിട്ട് വന്നു. അതിനുശേഷം ഇവരൊരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ആ ഒരു വീഡിയോക്ക് ശേഷം നടന്നു. കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും മൊത്തത്തിലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് ഇപ്പോഴും ഈ ഒരു കേസിനകത്ത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കും മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വന്ന ഒരു കമന്റ് ആണ്, നാണമില്ലല്ലോ ഇങ്ങനെ വീഡിയോ ഇട്ട് പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ. എന്റെ പൊന്നുമോനെ, എനിക്ക് ഇവരോട് പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനായിരുന്നെങ്കിൽ എനിക്ക് ഓരോ കാര്യങ്ങളും എടുത്ത് വലിച്ചു കീറി സംസാരിക്കായിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ഇവ അതിന് ശേഷം വന്നിട്ടുണ്ട്. ഞാനൊന്നും പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. എന്റെ വീഡിയോയിൽ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, സർക്കാസം ഉണ്ട്, അത് എല്ലാ വീഡിയോയിലും ഉണ്ട്. അപ്പൊ ഞാൻ ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഇവരോടുള്ള വൈരാഗ്യം വെച്ചാണോ അങ്ങനൊന്നും നിങ്ങൾ കരുതേണ്ട യാതൊരു ആവശ്യവും. ഞാൻ എന്റെ തനതായ ശൈലിയിൽ വീഡിയോ ചെയ്യുന്നു, അല്ലാതെ ഇവർക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്ത് വീഡിയോ ചെയ്യേണ്ട ആവശ്യമോ അതിന്റെ കാര്യമില്ല. മനസ്സിലായോ? ഞാൻ എല്ലാ സബ്ജക്റ്റും എടുത്ത് ഏത് രീതിയിലാണോ സംസാരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ പേഴ്സണൽ ക്രെഡിറ്റ് എടുത്ത് സംസാരിക്കുന്നു അല്ലെങ്കിൽ മനഃപൂർവ്വം ഇവരെ പെടുത്താൻ വേണ്ടി സംസാരിക്കുന്നു അങ്ങനൊന്നും വിചാരിക്കണ്ട. ആരുടെ ഭാഗത്താണോ സത്യം അവരുടെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ദിയയുടെ ഭാഗത്താണെങ്കിലും മറിച്ച് ആ സ്റ്റാഫിന്റെ ഭാഗത്താണെങ്കിലും. എന്നാൽ ഈ ഒരു കേസിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതലും ഇപ്പോൾ ഒരു കൺവിൻസിങ് ആയിട്ട് നിൽക്കുന്ന ഭാഗം ദിയയുടെ സൈഡ് തന്നെയാണ്. കാരണം ഈ 3 സ്റ്റാഫ് വന്ന് പറഞ്ഞ എക്സ്പ്ലനേഷൻ ഒന്നും അത്ര കൺവിൻസിങ് അല്ല. എന്നാൽ ഈ ദിയ ആൻഡ് കൃഷ്ണകുമാറിന്റെ ഭാഗം കംപ്ലീറ്റ്ലി ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അവിടെയും കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. അതെല്ലാമായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ ഈ ഒരു കേസ് സ്റ്റഡി ചെയ്തപ്പോൾ എൻ്റെ ഒരു അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോ, അല്ലാതെ പേഴ്സണൽ ഗ്രഡ്ജോ ഒരു മങ്ങണ്ടിയുമല്ല. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ കുറ്റം ആരോപിക്കപ്പെട്ട 3 സ്റ്റാഫുകൾ വിനീത, ദിവ്യ ആൻഡ് രാധു, ഇവര് 3 പേരാണ് OBOCയിൽ വർക്ക് ചെയ്തിരുന്നത്. ഇവര് കുറ്റസമ്മതം, ഇവര് പൈസ എടുത്തു എന്ന് കുറ്റസമ്മതം ചെയ്യുന്ന ഒരു വീഡിയോ ആദ്യം ദിയയുടെ ഭാഗത്ത് നിന്ന് മീഡിയയ്ക്ക് കൈമാറുകയുണ്ടായി. ആ ഒരു വീഡിയോ ഞാൻ ആദ്യം വെക്കാം. ഇവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നതിനാണ് അതല്ല അവിടെ എടുത്ത പൈസ ഇരിക്കട്ടെ. പിന്നെ നിങ്ങൾ ഈ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത പൈസ ഇല്ലേ, ശരി, നിങ്ങൾക്ക് ഏകദേശം ധാരണയില്ല. ഇവരെടുത്തത് പറയുന്നുണ്ട് 1500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 3 പേരും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് 500 വെച്ച് അങ്ങനെ പങ്കിട്ട് കൊടുക്കുമെന്നും ഈ ഒരു വീഡിയോക്കകത്ത് കൃത്യമായി പറയുന്നുണ്ട്. എത്ര രൂപ എടുത്തു എന്ന് അത് കൃത്യമായ ഒരു കണക്കൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ് ഇവര് CCTV ഫൂട്ടേജും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. QR കോഡ് സ്കാൻ ചെയ്ത് ഇവരുടെ ഫോണിലോട്ട് ആ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ CCTV ഫൂട്ടേജും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നടന്നതിന് ശേഷം ഈ 3 സ്ത്രീകൾ ഇവരുടെ ഒരു വെർഷൻ പറഞ്ഞുകൊണ്ട് മീഡിയാസിന്റെ മുന്നിൽ വന്നു. പറയുന്ന കാര്യങ്ങൾ പലതും ഒട്ടും കൺവിൻസിംഗ് അല്ല. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒരു വർഷമായി. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറിയപ്പോൾ DMM ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി. കാരണം എന്റെ അക്കൗണ്ടിൽ മേടിച്ചാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, എന്നിട്ട് വീക്കിലിയോ മന്ത്ലിയോ ഞാൻ എപ്പോഴാണോ വരുന്ന ആ സമയത്ത് നിങ്ങൾ എനിക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് DMM നമ്മൾ അറിയിച്ചിരുന്നത്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞ ശേഷമാണ് DSC ഇങ്ങനെ ഞങ്ങൾക്ക് പറയുന്നത്, നമുക്ക് ടാക്സിന്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. നൈസായിട്ട് ടാക്സ് വെട്ടിക്കാനാണ് ഇവരുടെ അക്കൗണ്ടിലോട്ട് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തത് എന്നുള്ള ഒരു വെർഷനാണ് ഇവർ ആദ്യം എന്ന് ഇറക്കിയത്. ഇതിനകത്ത് 2 സാധ്യതകളാണുള്ളത്. ഇവർ പറഞ്ഞത് ശരിയാവാനും ഇവർ പറഞ്ഞത് കള്ളമാകാനും. ഈ 2 സാധ്യതകളെ പറ്റി നമുക്ക് സംസാരിക്കാം. ആദ്യം കള്ളമാകാനുള്ള സാധ്യത. ഇവർ ഈ ടാക്സിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറ്റക്കാരി ദിയയായി മാറും. ദിയ അവിടെ ടാക്സ് വെട്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലാവും. അപ്പോൾ ഇവരവിടെ കട്ടതല്ല, ഇവരുടെ അക്കൗണ്ടിലോട്ട് ദിയ പറഞ്ഞിട്ടാണ് ഈ ഒരു എമൗണ്ട് ഇവർ ട്രാൻസ്ഫർ ചെയ്തെന്നുള്ള ഒരു വെർഷൻ വരും. ഇവരവിടെ കള്ളികളായി മാറില്ല. മനസ്സിലായോ? കൃത്യമായി ഒരു അഡ്വക്കേറ്റ് പറഞ്ഞു പഠിപ്പിച്ച് വിട്ട ഒരു സ്റ്റോറി പോലാണ് ഇത് കേട്ടപ്പോൾ തോന്നിയത്. ഇനി രണ്ടാമത്തെ ഭാഗം, ഇവർ പറഞ്ഞത് ശരിയാണെങ്കിൽ, ഇവര് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ദിയ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അതിന്റെ ഒരു സാധ്യതയും കൂടെ പറയാം. അതിനു മുമ്പ് ചെറിയൊരു വീഡിയോ വെക്കാം. പിന്നെ ഷോപ്പിലുള്ള എല്ലാ ഇന്റർനാഷണൽ ഓർഡേഴ്സ് ഞങ്ങളുടെ അഡ്രസ് ഉപയോഗിച്ച് അയക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം കുറച്ച് പ്രശ്നമാണെന്ന് തോന്നി തുടങ്ങിയത്. കാരണം എല്ലാത്തിനും നമ്മുടെ അഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. ദിയയുടെ പേഴ്സണൽ കോൺടാക്ടോ ദിയയുടെ ഒരു കാര്യങ്ങൾ ദിയ ഒരിടത്ത് ഉപയോഗിക്കത്തില്ല. എന്നിട്ടാണ് ദിയ നമ്മളെ ഫ്ലാറ്റിൽ വിളിച്ച് വരുത്തിയിട്ട് പറയുന്നത് നിങ്ങൾ 5 പേരും എൻ്റെ ഇതിനു വേണ്ടി ഇന്റർനാഷണൽ ഓർഡേഴ്സ് എവിടെ നിന്ന് വരുന്നത്? ഇന്റർനാഷണൽ ഓർഡേഴ്സ് കൈകാര്യം ചെയ്യുന്നത് ഇവരുടെ അഡ്രസ്സ് കൊടുത്തിട്ടാണ് എന്നുള്ളൊരു വെർഷനാണ് ഇവിടെ പറയുന്നത്. ഇതിനകത്ത് എങ്ങനെ ടാക്സ് വെട്ടിക്കാമെന്ന് ഞാൻ പറഞ്ഞ് കുളവാക്കാൻ നിൽക്കുന്നില്ല. ലക്കി ഭാസ്കർ സിനിമ ഉണ്ടായിരുന്നു. ലക്കി ഭാസ്കർ സിനിമയ്ക്കകത്ത് ദുൽഖർ ഭാര്യയ്ക്ക് ഒരു ബേക്കറി കട ഇട്ട് കൊടുക്കും. ആ സിനിമ കണ്ടിട്ട് ഇവർ ഈ
പറഞ്ഞതും വെച്ച് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി, മനസ്സിലായിക്കോളൂ. മാത്രമല്ല ഈ ഒരു ഇഷ്യൂ പിടിച്ച സമയത്ത് ദിയ പുറത്തുവിട്ട ഒരു സ്ക്രീൻഷോട്ടിനകത്ത് ഏതാണ്ട് ഒരു സിംഗിൾ കസ്റ്റമറിൽ നിന്ന് 50,000 രൂപയാണ് ഇവര് അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആ ഒരു സ്റ്റോറി സ്ക്രീൻഷോട്ടിനകത്ത് പറയുന്നത്. അതും US-ലെ ഏതോ ഒരു റീറ്റെയിലർ ഇവരുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് സാധനം മേടിച്ചിട്ട് അവിടെ കച്ചവടം നടത്തുന്ന ഏതോ ഒരു വ്യക്തി. ഈ ഒരു രീതിയിൽ നടത്താം, ഇവർ നടത്തിയെന്നല്ല പറയുന്നത്, സാധ്യതകളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ 2 സാധ്യതയും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ദിയയുടെ ഭാഗം കൺവിൻസിങ് അല്ലാതെ വന്ന വേറൊരു പോർഷൻ കൂടെ ഞാൻ വെക്കാം. പറഞ്ഞു 69 ലക്ഷം രൂപയുടെ തട്ടിപ്പുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എന്റെ ഫോൺ എടുത്ത് ഞാൻ തിരിച്ചിട്ട് സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം. നമ്മൾ ഓഫീസിൽ ഒരു പ്ലാസ്റ്റിക് കവർ എവിടെ വെക്കുന്നത് CCTV നോക്കി റൗണ്ട് ചെയ്ത് കാണിച്ചു തന്നിട്ട് പറയും അതെടുത്ത് അവിടെ മാറ്റണം. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് ദിയ. അപ്പോൾ ആ ദിയ എന്തുകൊണ്ട് പേയ്മെന്റ് മാത്രം അത് CCTV ഉള്ള ഓഫീസിൽ ഞങ്ങളുടെ ഫോൺ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ പേയ്മെന്റ് മേടിച്ച ദിയ അറിഞ്ഞില്ല? അത് ഒരു വാലിഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത്രയും ലക്ഷം രൂപ ഇവർ പറ്റിച്ചിട്ട് ഇവർ എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് അറിഞ്ഞില്ല എന്ന്. CCTV പോട്ടെ, ഈ വരവ് ചെലവ് ഒന്ന് നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിന് ഏത് പലചരക്കടയിലാണെങ്കിൽ പോലും അതുപോലും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് പറയുന്നത് അത് ഭയങ്കര വലിയൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. മാത്രമല്ല വേറൊരു കാര്യം കൂടെ പറയുന്നത്, അതുകൂടെ വെക്കാം. ദിയ നമുക്കൊരു ഇൻക്രിമെന്റ് പോലെ നമുക്ക് തരുമായിരുന്നു ക്യാഷ്, ഒരു 5,000 10,000 അങ്ങനെ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ ഇൻക്രിമെന്റ് പോലെ 5,000 10,000 ഒക്കെ ദിയ കൊടുക്കുമായിരുന്നു. എന്നാൽ ഇവരുടെ സാലറി എത്രയാണ്? സാധാരണ ഇല്ല ഷോറൂമിലൊക്കെ നിൽക്കുന്ന പയ്യന്മാര് 5-6 കാറൊക്കെ സെയിൽ നടത്തി കഴിഞ്ഞാൽ, ലക്ഷങ്ങളുടെ സെയിലൊക്കെ നടത്തി കഴിഞ്ഞാൽ അവന്മാർക്ക് കിട്ടുന്ന 10,000-10,000 ഒക്കെ ആയിരിക്കും. അപ്പൊ ഇവർക്ക് ഈ 3 പേർക്ക് ഇതുപോലുള്ള ഓർണമെന്റ്സ് കച്ചവടം നടത്തിയിട്ട് 5,000-10,000 ഒക്കെ ഇൻക്രിമെന്റ് കൊടുക്കണമെങ്കിൽ ഇവരുടെ സാലറി എത്ര ആയിരിക്കും? അത്ര 50,000? മനസ്സിലാവുന്നില്ല. ആ ഒരു ഇൻക്രിമെന്റിന്റെ കേസ് പറഞ്ഞതിനകത്ത് സംതിങ് ഫിഷി. ഒന്നെങ്കിൽ ഇവർ കള്ളം പറയുന്നതാണ്, അല്ലെങ്കിൽ ഇവർക്ക് അത്രയും ഇൻക്രിമെന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തോ ഒരു റീസൺ ഉണ്ട്, അത് കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനെ കുറെ പോയിന്റ്സ് ദിയയുടെ ആ ഒരു സൈഡിൽ അൺക്ലിയർ ആയിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് രണ്ടുപേരെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടുപേരുടെ ഭാഗത്ത് എന്തൊക്കെയോ റോങ് ആയിട്ട് ഉള്ളതുപോലെ ഒരു തോന്നല്. ഇനി നമുക്ക് ഈ 3 സ്ത്രീകളിലോട്ട് വരാം. ഇവരിറക്കുന്ന കുറെ പരിപാടികളുണ്ട്. ജാതി കാർഡ്, പൊളിറ്റിക്കൽ കാർഡ്, കുറെ കാർഡുകൾ ഇറക്കി ഇവളുമാര് കളിക്കുന്നുണ്ട് ഇതിനകത്ത്. ഇവരുടെ എക്സ്പ്ലനേഷൻ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓഫീസിൽ വെച്ച് ഞങ്ങളുടെ പറഞ്ഞിരുന്നത് നിങ്ങൾ ഇത് സമ്മതിച്ചേ പറ്റും, ഞങ്ങൾ അവർ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. എന്നിട്ട് ഞങ്ങളുടെ പറഞ്ഞിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങളുടെ ഓഫർ ചെയ്യുന്നത്, നിങ്ങൾ കാരണം എൻ്റെ 200 ഓർഡേഴ്സ് ആണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത്, നിങ്ങൾക്കെതിരെ 5 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് 8,82,000 രൂപ കൊണ്ട് കൊടുത്തു? അങ്ങോട്ട് കണക്ട് ആവുന്നില്ലല്ലോ പറയുന്നത് തമ്മിൽ. ഇവർ 8,82,000 രൂപ ദിയക്ക് കൊണ്ട് കൊടുത്തെന്നാണ് അവരും പറയുന്നത്, ഇവരും പറയുന്നത്. പക്ഷെ ദിയ 5 ലക്ഷം ഓഫർ ചെയ്തതെന്നാണ് ഇവര് പറയുന്നത്. നോട്ട് ദ പോയിന്റ്. ഒരു പരാതി കൊടുക്കണ്ടെങ്കിൽ എനിക്ക് ഒരു അച്ഛനേ ഉള്ളൂ. നിങ്ങൾ 5 ലക്ഷം രൂപ എൻ്റെ ഫ്ലാറ്റിൽ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും ഞങ്ങൾ ഒരിടത്ത് ഇടത്തില്ലാണ്. സ്റ്റോറിയും സ്റ്റാറ്റസും ഇടാതിരിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ. ആഹാ, കൊള്ളാലോ. അത് ദിയ പറയാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. അതെ, ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും വിശ്വസിക്കാനൊന്നും പോണില്ല. പക്ഷേ ദിയയുടെ ആ ഒരു പബ്ലിസിറ്റിയുടെ രീതി അതായിരുന്നു. ദിയ നമുക്ക് അയച്ചത് അങ്ങനെയാണ്. നാളത്തെ യൂട്യൂബിൽ നിങ്ങൾ ട്രെൻഡിങ് ഉണ്ടാവും, നിങ്ങൾ എൻ്റെ അടുത്ത് കരയുന്നതോ ആ വീഡിയോസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് വെച്ച് നിങ്ങളെ നാണം കെടുത്തും, നിങ്ങളെ ഞാൻ കൊല്ലും, ഞങ്ങൾക്ക് വധഭീഷണി വരെ മുഴക്കിയതാണ് ദിയ. ഇവരിപ്പോ ഈ നിഷേധിച്ചത് നമ്മൾ ആദ്യം ഒരു വീഡിയോ കണ്ടില്ലയോ, ഇവര് സമ്മതിക്കുന്നത് ഇവര് പൈസ എടുത്തു എന്ന്, അത് ദിയ പറഞ്ഞു പറയിപ്പിച്ചതാണ് എന്നുള്ള തരത്തിലാണ് ഇവരിപ്പോ പറയുന്നത്. ഇത് ഇവളുമാര് നല്ല രീതിയിൽ ഉടായ്പ് കള്ളത്തരം പറയുന്നതാണ്. എങ്ങാണ്ട് പോയി പഠിച്ചിട്ട് വന്നിരുന്ന് പറയുന്ന പോലെയാണ് പലതും കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇനി ഇവരെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയി എന്നുള്ള ഒരു വെർഷൻ പറയുന്നുണ്ടല്ലോ, അതുകൂടെ കേൾക്കാം. 3 പേരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. 3 കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ, ഞങ്ങൾ 2 സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. നമ്മൾ അറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്. ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോലും വരാൻ വിടാതെ അവർ ഏതോ ഒരു ഓഫീസിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പിന്നീട് ഞങ്ങൾക്ക് അവരെ സംസാരത്തിനാണ് അത് അമ്പലമുക്കുള്ള ഒരു ഓഫീസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടെ ക്യാമറ ഒന്നുമില്ല. അവിടെ ഒരു 6-7 ഒരു 10 ആൾക്കാരുണ്ടായിരുന്നു. ഇതൊരു കിഡ്നാപ്പ് ആണോ? ഇവിടെ ബലപ്രയോഗം ഒന്നും നടന്നിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് നിങ്ങൾ ആ ഒരു വണ്ടിയിൽ കയറി പോയേക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല, അവിടെ ഒരു ബലപ്രയോഗം നടന്നിട്ടുണ്ട്, നിങ്ങളെ വലിച്ച് വണ്ടിയിലിട്ടുകൊണ്ട് പോയെന്നൊക്കെ പറയുവാണെങ്കിൽ അതിനെ വേണമെങ്കിൽ ഒരു കിഡ്നാപ്പ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ കൊണ്ടുപോയാണെങ്കിൽ മേ ബി അങ്ങനെ പറയാം. മാത്രമല്ല നിങ്ങൾ അവിടെ സംസാരിക്കുന്ന വീഡിയോയും നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വീഡിയോയും ഒക്കെ മീഡിയാസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിനാരിയോ കണ്ടിട്ട് അതൊരു കിഡ്നാപ്പിന്റെ ഒരു നേച്ചർ ഇല്ല അതിന്. അപ്പൊ കിഡ്നാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു കൗണ്ടർ കേസ് ആയിട്ട് വന്ന ഒരു ഐറ്റം തന്നെയാണ്. അത് ഏതാണ്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ജാതിക്കാട്. അതെ, അധിക്ഷേപിച്ചു. കൃഷ്ണകുമാറും പറഞ്ഞു, ദിയയും പറഞ്ഞു, ദിയയുടെ അമ്മയും പറഞ്ഞു. നിങ്ങൾ നീ മുക്കുവത്തിയാ നിന്റെ ഭർത്താവ്. ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു. അപ്പം നീ ഏത് ഹിന്ദു എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ക്രിമിനലാണ്, നീയൊക്കെ ക്രിമിനൽ എന്നാണ് പറഞ്ഞത്. ഞങ്ങളൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. നീയൊക്കെ മുക്കുവത്തികളല്ലേ, നിനക്കൊക്കെ മീൻ വിൽക്കേണ്ട നിലവാരമേ ഉള്ളൂ. നീയൊക്കെ എന്തിനാണ് എൻ്റെ മോളുടെ ഓഫീസിൽ വന്നത്? നിങ്ങൾക്ക് ഈ ഡ്രസ്സൊക്കെ ഇടാൻ, ഈ ഫോണൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആരാണ് വന്നത്? നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഐഫോൺ ഉപയോഗിക്കാനൊക്കെ? എന്ത് യോഗ്യതയാണുള്ളത്? ഇങ്ങനെയാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ അടുത്ത്. ഇത് എന്തോ മനഃപൂർവ്വം ഇറക്കിയ പോലെയാണ് തോന്നുന്നത്. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കും. കാര്യം കുറെ
ചീത്തപ്പേര് ഓൾറെഡി ഉണ്ട്. ഒരു കഞ്ഞിക്കുഴി ഇടപാടും അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രമാണി എന്നുള്ള ഒരു സെറ്റപ്പിൽ ഉള്ള ഒരു പൊതുവെ ആളുകൾക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കുടുംബമാണ്. അത്യാവശ്യം നല്ല നെഗറ്റീവ് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ വിശ്വസിക്കും. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ദിയയുടെ ഒരു എക്സ്പ്ലനേഷൻ വേറെ രീതിയിലാണ്. പുള്ളിക്കാരത്തി പറയുന്നതും കൂടെ കേൾക്കാം. 5th month ഫംഗ്ഷൻ മാർച്ചിൽ നടക്കും ട്രിവാൻഡ്രം ക്ലബ്ബിൽ. അപ്പോൾ അതിപ്പോൾ എൻ്റെ ക്യാമറമാനോട് അന്നോട് ഉണ്ടെന്ന വീഡിയോഗ്രാഫറിനോട് ചോദിച്ചപ്പോൾ ഫുട്ടേജ് കിട്ടും. അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട് എന്തോ ഫുഡ് പോലും ആ കുട്ടികളുടെ കൂടെ ഞാൻ കഴിക്കില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഫംഗ്ഷന് 3 പേരും വരണം എന്ന് പറഞ്ഞിട്ട് പോലും ഒരാൾ വന്നില്ല, 2 പേര് വന്നു. ദിവ്യ, വിനിത 2 പേര് വന്നിട്ടുണ്ട്. ഇതിൽ സുമംഗലി, അതാണ് ആ ഫംഗ്ഷൻ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിൽ കയറി ഒരു പൂജ ചെയ്യണമെന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇവരുടെ സ്റ്റാഫാണ്. ഇവർ പറഞ്ഞ പോലെ ജാതി നോക്കുവാണെങ്കിൽ എനിക്ക് അവരെ വിളിക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഫംഗ്ഷൻ വിളിക്കണം. കാരണം എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണം എന്ന് എനിക്ക് ചിന്തിക്കാം. ഞാൻ അവിടെ ഇരുന്ന വിനിതേനെ കൈകൊണ്ട് കാണിച്ച് പിടിച്ച് താൻ മാരീഡ് അല്ലേ, സ്റ്റേജിൽ വന്ന് എന്നെ പൂജ ചെയ്യും. അത് ചെയ്യുന്നതിൻ്റെ വീഡിയോയും ഫോട്ടോയും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ജാതി പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ ആ കുട്ടി എന്തിനെ പൂജിക്കണമെന്ന് ഞാൻ ചോദിക്കത്തില്ലേ? എൻ്റെ അടുത്ത് വരേണ്ട മാറി ഇരിക്കണമെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളിക്കാരത്തി പറയുന്നത്. പിന്നെ ഇവർക്ക് ആ ജാതിയോട് വലിയ താല്പര്യം ഇല്ലെങ്കിൽ ആ ജാതിയിലുള്ള ആളുകളെ ജോലിക്ക് ഇരുത്തേണ്ട ആവശ്യകത അവിടെ ഇല്ല. അപ്പൊ ഈ ഒരു കാര്യവും അവർ മനഃപൂർവ്വം ഇറക്കിയ പോലാണെന്നാണ് തോന്നുന്നത്. ഇനി അടുത്ത ആരോപണം, ക്യാഷ് ദിയയ്ക്ക് കൈമാറിയ ഒരു സിനാരിയോ പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേൾക്കണം. 30-നകത്തൊക്കെ വന്നിട്ടുണ്ടാവണം. അതിനകത്തൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവണം. 30 ലക്ഷം രൂപ ആ പെങ്കൊച്ചിന്റെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ടാകണം ഉണ്ടെന്നാണ് ദിയയും പറയുന്നത്, ഇവരും പറയുന്നത്. ഏതാണ്ട് അത്രയൊക്കെ വന്നിട്ടുണ്ട്. ദിയയ്ക്ക് നമ്മൾ വീക്കിലി ആയാലും ദിയ ഇങ്ങനെ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, സ്വിഗ്ഗി ജീനിക്കാരൊക്കെ നമ്മുടെ ഓഫീസിൽ നിന്ന് പ്രോഡക്റ്റിന്റെ ഒക്കെ ഫോട്ടോ എടുക്കാനായിട്ട് വരും. അപ്പോൾ അവരെ കയ്യിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സാധനങ്ങൾ കൊടുത്തു വിടണം. അപ്പോൾ അതിന്റെ കൂട്ടത്ത് 3-4 സെൽഫ് ടെസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് അതിന്റെ അടിയിൽ വെച്ച് കൊടുക്കാൻ ദിയ പറഞ്ഞിട്ടുണ്ട്. ദിയയ്ക്ക് സ്വിഗ്ഗി ജീനിയിൽ അകത്ത് വെച്ച് കൊടുക്കാൻ, ജൂവലറിയുടെ കൂടെ ദിയയ്ക്ക് ക്യാഷ് എടുക്കാനായിട്ട് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ദിയ. എല്ലാ തവണയും അങ്ങനെയാണ് കൊടുക്കുന്നത്. ആഴ്ചയിൽ അല്ലാതെ വീക്കിലി. പിന്നെ ദിയ അല്ലാതെ ഓഫീസിൽ വരുമ്പോൾ ഞങ്ങൾ അടുക്കളയിലാണ് ക്യാഷ് വെക്കാൻ പറയുന്നത്. അവിടെ നിന്ന് ദിയ എടുക്കാറുണ്ട്. സാലറി അല്ല ദിയ തരുന്നതല്ലാതെ നമ്മൾ എടുത്തിട്ടില്ല. ഗുരുതര ആരോപണമാണ്. സ്വിഗ്ഗി ജീനിക്കാരുടെ കൈ കൊടുത്തു വിട്ടെന്നും പൊതിഞ്ഞ് അടുക്കള വെച്ചെന്നും അവിടുന്ന് ദിയ വന്ന് എടുക്കുന്നെന്നും ഇതൊക്കെ പക്കാ ബ്ലാക്ക് മണി സെറ്റപ്പിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ടാക്സ് വെട്ടിക്കുന്ന കലാപരിപാടിയിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഈ പറയുന്നതിനകത്ത് ഇത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന് നമുക്ക് എന്നും അറിയില്ല. ഇതിനൊരു എക്സ്പ്ലനേഷൻ ദിയ കൊടുക്കുന്നുണ്ട്. എക്സ്പ്ലനേഷൻ അല്ല, ഒരു മറു ചോദ്യമാണ് ചോദിക്കുന്നത്. അത് നമുക്കൊന്ന് കേൾക്കാം. ദിവസവും ഇവർ ക്യാഷ് വിഡ്രോ ചെയ്ത് എനിക്ക് തന്നുകൊണ്ടിരുന്നു എന്നവർ ലൈവിൽ പറഞ്ഞല്ലോ. ഇപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും അല്ല, വീക്ക്ലി ക്യാഷ് കൊടുത്തു എന്നാണ് പറയുന്നത്. കേട്ടതാണല്ലോ. എല്ലാ ദിവസവും അവർ തന്നുകൊണ്ടിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഇവർക്ക് ഗൂഗിൾ പേയിൽ വന്നത് വിഡ്രോ ചെയ്യണമല്ലോ. വിഡ്രോ ചെയ്ത ATM കയറി വിഡ്രോ ചെയ്യാതെ ഇവരുടെ വീട്ടിലിരിക്കുന്ന പണം എടുത്ത് എനിക്ക് തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ വിഡ്രോ ചെയ്യുന്നതിൻ്റെ തെളിവ് എവിടെ? ഓക്കെ, ഇവർ ഏത് ATM നിന്ന് വിഡ്രോ ചെയ്തു? ഇവർ SBI ബാങ്ക് ആണെന്നാണ് അന്ന് ഇവർ പറഞ്ഞത്. അപ്പോൾ SBIയുടെ ATM ഏതെങ്കിലും ATM ഇവർ കയറി എടുക്കണമല്ലോ. ആ ATMലെ CCTV ഫുട്ടേജ് എവിടെ? എല്ലാ ദിവസവും ഇവർ എനിക്ക് വേണ്ടി മറ്റേ സ്വിഗ്ഗി ജീനി ഇവർ തന്നു വിടുന്നല്ലേ പറഞ്ഞത്. ഇവരുടെ ഫോണിൽ നിന്ന് ബുക്ക് ചെയ്ത സ്വിഗ്ഗി ജീനികളുടെ തെളിവ് അതെനിക്ക് വേണം. രണ്ടാമത്, ഇവർ പാക്ക് ചെയ്ത് എനിക്ക് പണം തരുന്നതിൻ്റെ തെളിവ്. മൂന്നാമത്, ഇവർ ഏത് ATM കയറി മേടിച്ചു അല്ലെങ്കിൽ വിഡ്രോ ചെയ്തു എന്നുള്ളതിൻ്റെ CCTV ഫുട്ടേജ്. ഇത് മൂന്നും അവർ പ്രൊവൈഡ് ചെയ്യട്ടെ, നമുക്കപ്പോൾ സംസാരിക്കാം. ഇത് പണിയാണ്. അവർ വേണമെങ്കിൽ ഇത് കൊണ്ടുതരും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെങ്കൊച്ച് പറയുന്നുണ്ട് അവരുടെ അക്കൗണ്ടിൽ ഇപ്പം അധികം പൈസ ഇല്ലെന്ന്. അതുകൂടെ വെച്ചുതരാം. ഞങ്ങളുടെ ഇല്ല, അവരെയിലുണ്ട്. നമ്മുടെ എടുത്താൽ നമുക്ക് എടുക്കാൻ പറ്റും. എടുക്കാം ഉണ്ട്. ആ നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉണ്ടെന്നുണ്ട്. അവർ പറയുന്ന പോലെയൊന്നും ഇല്ല. അവർ പറയുന്ന പോലൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അന്നേരം അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓരോ വീക്കിലും അവർ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്തോ ആണെങ്കിലും ഡിജിറ്റൽ എവിഡൻസ് കിട്ടും. അതിന്റെ ഫൂട്ടേജും റെസീപ്റ്റും അവൈലബിൾ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അത് ദിയയുടെ കയ്യിൽ എത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദ്യം. അപ്പൊ ദിയ പറഞ്ഞേക്കുന്നത് എന്താണ്? പാക്ക് ചെയ്തതിന്റെ തെളിവ്. പാക്ക് ചെയ്തതിന്റെ തെളിവ് അവർ പറയും ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല, തെളിവ് അവശേഷിപ്പിക്കരുതെന്ന് ദിയ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ എവിടെ വെച്ചാൽ പാക്ക് ചെയ്തെന്ന് ചോദിക്കും. അപ്പോൾ പറയും ഷോപ്പിൽ വെച്ചാൽ പാക്ക് ചെയ്തതെന്ന്. അപ്പോൾ CCTV ഫുട്ടേജ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പറയും കിച്ചണിൽ കൊണ്ടുവച്ചാൽ പാക്ക് ചെയ്തതെന്ന്. എനിക്ക് തോന്നുന്നു കിച്ചണിൽ CCTV ഫുട്ടേജ് ഇല്ല അല്ലേ? കിച്ചണിൽ കൊണ്ടുവച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാക്ക് ചെയ്തതിന്റെ തെളിവില്ല, ദിയ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. മനസ്സിലായോ? ഈ ഒരു രീതിയിൽ എക്സ്പ്ലനേഷൻ പോകും. അപ്പൊ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ചിലപ്പോൾ അവർ തരും. അതിനും പണി വാളും ഉള്ള കാര്യം ഞാൻ പറയാം. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. 69 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഒരു മുതലാളിയുടെ ദുഃഖം ആ മുഖത്ത് കാണുന്നില്ല. ഇവർക്ക് ഈ കേസിൽ നിന്ന് എങ്ങനെങ്കിലും ഒരു തലയൂരിയാൽ മതി എന്നുള്ള ഒരു സെറ്റപ്പിലാണ് ഇവർ നിൽക്കുന്നത്. അത് ദിയ ആണെങ്കിലും മിസ്റ്റർ KK ആണെങ്കിലും. കാര്യം KK സാർ ഓൾറെഡി പറയുന്നുണ്ട് ഞങ്ങൾ ഇതൊന്ന് ഒഴിച്ചു വിട്ട സാധനമാണെന്ന്. അത് നിങ്ങളൊന്ന് കേൾക്കണം. 69 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് നമ്മൾ ഇതൊന്ന് ഒഴിച്ചു വിട്ടതാണെന്ന് പുള്ളി പറയുന്ന വളരെ ലാഘവത്തോടെ പറയുന്നതെന്ന് കേൾക്കണേ. ഒത്തുതീർപ്പിനുള്ള ശ്രമം ഉണ്ടായെന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പോ ആ രീതിയിൽ എന്തെങ്കിലും നീക്കം നടത്തിയിട്ടുണ്ട്? അല്ല, ഒത്തുതീർപ്പിനാണ് ഞാൻ തയ്യാറല്ല. ഉണ്ടല്ലേ അവർ വന്നപ്പോൾ ഇവർ എത്ര രൂപ എടുത്തിരിക്കുന്നത് നമുക്കറിയാം. അവർ 8 ലക്ഷത്തി ചില്ലുവിനും തന്നപ്പോൾ ഞാനാണ് പറഞ്ഞത് എടാ കിട്ടുന്ന പൈസ മേടിച്ച് നിർത്ത്. അങ്ങനെയാണ് ഇവർ എഴുതി തരുന്നത്. എടാ ഉവേ കിട്ടുന്ന പൈസ മേടിച്ച് നിർത്താൻ മനസ്സ് നോക്കണേ. 69 പോയി 8 കൊടുത്ത് നീ എന്തെങ്കിലും മേടിച്ചിട്ട് നിർത്ത്.
ഇത്ര ദിവസം കൊണ്ട് ഞങ്ങൾ ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞ് ചെക്ക് ഉണ്ടോ ചെക്കില്ല എന്നാൽ ഞാൻ ഇവിടെ വിടുക പൈസ കൊണ്ട് വാ ഇവിടെ നിന്ന് പോകുന്ന വീഡിയോ ഒക്കെ കിടക്കുക. എടേ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയൂടെ? ഇത്രയും പൈസ ഒരുത്തൻ നമ്മുടെ കയ്യിൽ നിന്ന് വലിപ്പിച്ചിട്ട് പോയിട്ട് കിട്ടുന്ന പൈസ മേടിച്ച് നിർത്താനൊക്കെ 8.8 lakh rupees മാത്രമാണ് കൊണ്ട് കൊടുത്തത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു പൈസ വേണ്ടേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നേരായ മാർഗത്തിലൂടെ വന്ന പൈസ അല്ലേ ഇത്? അച്ഛന്റെയും മകളുടെയും മുഖത്ത് ആ ഒരു 69 ലക്ഷം രൂപ പോയതിന്റെ ഒരു വിഷമം ഇല്ല. അവർക്ക് ഈ കേസിൽ നിന്ന് എങ്ങനെങ്കിലും ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ള ഒരു രീതിയിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. ഇവിടൊക്കെയാണ് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ, ഒരു എന്തൊക്കെയോ ഒരു ബ്രോങ് അടിക്കുന്നത്. ഇനിയാണ് ഈ 3 പേര് പറഞ്ഞ ഏറ്റവും വലിയ കള്ളം. അതൊന്ന് കേൾക്കാം. നമുക്കത് ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് 8,82,000 രൂപ കൊടുത്തു? നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നു? ഞങ്ങളല്ല കൊടുക്കുന്നത്, എന്റെ ഹസ്ബൻഡാണ് കൊടുക്കുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെയാണെന്ന് എന്റെ ഹസ്ബൻഡ് ഒന്നാമത്തെ കാര്യം അറിയില്ല, രണ്ടാമത് ഞങ്ങളെ പൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ലോകത്ത് ഇപ്പോൾ സാധാരണക്കാരെല്ലാവരും ചിന്തിക്കുന്നത് അയ്യോ ഇതൊരു പബ്ലിസിറ്റി വേണ്ട, പൈസ കൊടുത്ത ഈ പ്രശ്നം തീരുമെങ്കിൽ തീരട്ടെ എന്ന് തന്നെയാണ് നോർമലായ ഏത് മനുഷ്യനും ചിന്തിക്കുന്നത്. അപ്പോൾ അവരെ പോലെ അത്രയും യൂട്യൂബിൽ സ്റ്റാർ ആവണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ മാത്രമേ ഇതൊക്കെ ഒരു വാർത്തയാക്കാം അതാക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ ചിന്തിക്കത്തുള്ളൂ. ഞങ്ങൾ അങ്ങനെ ചിന്തിക്കത്തില്ല. യൂട്യൂബിലിട്ട് നാറ്റിക്കും അല്ലെങ്കിൽ വാർത്തയാക്കും എന്ന് പറഞ്ഞതിന്റെ പേരിൽ 8.8 lakh rupees കൊണ്ട് കൊടുക്കുകയാണ്. അത് ഒരു വളരെ സാധാരണക്കാരായിട്ടുള്ള 3 വ്യക്തികൾ. മക്കളെ ഇതൊട്ടും അങ്ങോട്ട് കൺവിൻസിങ് അല്ലല്ലോ ഈ പറയുന്നത്. നിങ്ങൾ ആദ്യം പറഞ്ഞ് നീ 5 ലക്ഷം രൂപ ചോദിച്ചോളന്ന്, ഇത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് 8 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തെന്ന്, എന്നിട്ട് പറയുന്നത് യൂട്യൂബിൽ ഞങ്ങളുടെ പേര് വരെ ഞങ്ങൾക്ക് ആഗ്രഹമില്ലാത്തതിന്റെ പേരിലാണെന്ന്. നിങ്ങൾ കോടീശ്വരന്മാർ വല്ലതും ആണോ ഇത്രയും പൈസ പെട്ടെന്ന് മറിച്ച് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ 8 ലക്ഷം രൂപ വെറുതെ അങ്ങ് ആറ്റിക്കളയുന്ന പോലെ കളയാൻ വേണ്ടിയിട്ട്? എന്താണ് നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് ഡിഫെൻഡ് ചെയ്യുന്നില്ല? ഇനി അടുത്ത കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ ഇവർ കൊടുത്തല്ലോ, ഇവർ പറയുന്ന വെച്ചിട്ട് നീയെ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചത് പോലെയാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇവർ അതിന് കേസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടൊക്കെ കേക്ക്. മറ്റൊരു കാര്യം കൂടി, 8 ലക്ഷം രൂപ നിങ്ങളുടെ പേഴ്സണൽ പൈസ. അതെ, നിങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോയത് മാത്രമാണ്. നിങ്ങളുടെ പണം തീയെ തട്ടിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് പരാതി കൊടുക്കുന്നത്. അതിന് ഞങ്ങൾ ഇപ്പൊ പരാതി കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഉടനെ അതിന് വേണ്ടിയുള്ള കാര്യം ചെയ്യുന്നുണ്ട്. കോർട്ട് അവധിയായിട്ട് നമുക്ക് കൊടുക്കാം, മൺഡേ കൊടുക്കും. നമ്മൾ കൊടുക്കാതിരുന്ന നമ്മൾ ലീഗലി അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്നത് അത് മനസ്സിലായി കേട്ടോ, നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. അതുപോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ അത് ചെയ്യണ്ട, മൺഡേ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തത്. അഡ്വക്കേറ്റ് പറയുന്ന പോലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പല കാര്യങ്ങളും കേൾക്കുമ്പോഴും കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കിഡ്നാപ്പ്, പൈസ അടിച്ചു മാറ്റല്, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുമ്പം ഒന്നും കൂടെ ആ കേസ് സ്ട്രോങ് ആവത്തേ ഉള്ളൂ. ആദ്യം ഇത്രയും ലക്ഷം രൂപ തട്ടിയെടുത്തതെന്നും പറഞ്ഞിട്ട് അതൊന്നും കേസൊന്നും കൊടുത്തിട്ടില്ല. ഒരു വകുപ്പും കൂടെ ആടാനുള്ള ചാൻസ് അവർ നഷ്ടപ്പെടുത്തി. എന്തുകൊണ്ട് ഇത്രയും ലക്ഷം രൂപ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചതാണ്, നിങ്ങളെ ഭീഷണിപ്പെടുത്തി മേടിച്ചതാണ്, അതിന്റെ പേര് കേസ് കൊടുത്തില്ല. അത് തിങ്കളാഴ്ച കൊടുക്കുമെന്നാണ് പറയുന്നത്. മൊത്തത്തിൽ ഒരു ഉടായ്പ് മണക്കുന്നുണ്ട് കേട്ടോ, 2 സൈഡിൽ നിന്ന് മണക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ മണക്കുന്നത് ഇവരുടെ സൈഡിൽ നിന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ ജാതി കാർഡും ബാക്കി കാർഡുകളെല്ലാം കഴിഞ്ഞ് ഇനി അടുത്തത് പൊളിറ്റിക്കൽ കാർഡ്. നിങ്ങളുടെ ലൈഫ് ഇല്ലാതാക്കും, നിങ്ങളെ ഞാൻ കൊല്ലും, എന്റെ അച്ഛൻ ആരെന്ന് അറിയാലോ. പിന്നെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നായിരുന്നു, എന്റെ ഹസ്ബൻഡ് ദിയനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന കേസ് പിൻവലിക്കാണ്ടി. ആ കോൾ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ച് തരാം. കാരണം ആ കോൾ റെക്കോർഡിൽ അദ്ദേഹം പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8,82,000 രൂപ തന്നില്ലേ, അപ്പോൾ നമുക്ക് അതിന്റെ ഒരു റിസീപ്റ്റ് തരാമോ, നമ്മുടെ നിങ്ങൾ ഇത്രയും ക്യാഷ് മേടിച്ചെന്ന്. അപ്പോൾ ദിയ ഇങ്ങോട്ട് നന്നായിട്ട് നല്ല റഷായിട്ട് സംസാരിച്ചിട്ട് എന്റെ അച്ഛൻ ആരാ നിനക്ക് ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. അച്ഛൻ എന്റെ നമ്പറിൽ വിളിച്ചിട്ട് നിനക്ക് എന്റെ മോളെ ഭീഷണിപ്പെടുത്താറായില്ലേ, ആ വോയിസ് കേട്ടാൽ അറിയാം ആരാണ് അവിടെ ഭീഷണിപ്പെടുത്തുന്നതെന്ന്, നീയൊക്കെ ചെയ്യാനുള്ളത് ചെയ്യും, ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്നെ വന്ന് ഒരു പുല്ലും ചെയ്യാൻ പോലെ എനിക്ക് അങ്ങ് കേന്ദ്രത്തിലാണ് പിടിപാടെന്നാണ് പറഞ്ഞേക്കുന്നത്. നീയൊക്കെ എന്ത് ചെയ്തിട്ടും അവർക്കാണ് അതിന് കിട്ടും, നിങ്ങളെ പേടിക്കാൻ. ആ ഓഡിയോ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചു തരാം. ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഒന്നും ചെയ്തില്ലെന്ന് കൃഷ്ണകുമാർ ആർക്ക് പരാതി കൊടുത്തെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക്. കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ കൃഷ്ണകുമാർ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടും കുറയും. മുഖ്യമന്ത്രിയും കൈ ഒഴിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പൊളിറ്റിക്കൽ കാർഡ് കൂടെ പിള്ളേർ ഇറക്കിയേക്കുന്നത്. നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് വെച്ചിട്ട് ചെയ്ത പോലൊക്കെയാണ് പലതും. മേ ബി പുള്ളി പറഞ്ഞിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. ഇവരുടെ മണ്ടക്കിട്ട് അടിക്കാവുന്ന ഒരുവിധപ്പെട്ട എല്ലാ ആരോപണങ്ങളും ഇവർ വന്നിട്ട് താങ്ങുന്നുണ്ട്. ശരിയാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, അത് പോലീസാണ് തെളിയിക്കേണ്ടത്. ഇനി കെയുടെ ഒരു വോയിസും കൂടി ഇവർ പുറത്തു വിടുന്നുണ്ട്. ഈ പെങ്കൊച്ചിന്റെ ഹസ്ബൻഡ് ദിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. പക്ഷെ വോയിസ് കേൾക്കും മനസ്സിലാവും ആരെയാണ് ഭീഷണിപ്പെടുത്തിയേക്കുന്നതെന്ന്. നമുക്ക് അതോടെ കേൾക്കാം. രാവിലെ 11:30 നീ താമസിക്കുന്നിടത്തോട്ടൊരു വണ്ടി വരും, അതിൽ പോലീസ് നേടിയിരിക്കും. ആ വണ്ടി വരുമ്പോ നീയും ഭാര്യ എല്ലാം കൂടെ അങ്ങോട്ട് വന്നേച്ചാൽ മതി. ഞാൻ ഒരു വണ്ടി വരും, അതിനകത്ത് പോലീസ് എന്ന് എഴുതിയിരിക്കും. പോലീസിന്റെ പേരുള്ള കള്ളവണ്ടിയാണോ നിങ്ങൾ വിട്ടത്? അല്ല, പോലീസിന് മുമ്പ് അന്നേരം അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നു? അതോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പോലീസ് ഒക്കെ ഉണ്ടോ? ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി തരണം ഞാൻ നിനക്ക് എഴുതി തരും. നീ ഒന്ന് വന്നേച്ചാൽ മതി കേട്ടോ. ഞാൻ വേറെ ഒന്നും തെറ്റായിട്ട് ചോദിച്ചിരുന്നു. നിന്റെ തെറ്റും ശരിയും നീ ഇങ്ങോട്ട് എടുക്കണ്ട. നീ എന്റെ മോളെ ഇപ്പൊ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ലേ? നീ എന്തോ വരത്തി നോക്കണം. ഞാൻ ഒരു അനാവശ്യം പറഞ്ഞില്ല. അല്ലല്ല, പിന്നെ നീ എന്തോ പറഞ്ഞത്? ഒരു സെക്കൻഡ് നിന്നോട് നീ റെക്കോർഡ് ചെയ്തോ? മൊത്തം റെക്കോർഡ് ചെയ്യും. അതിനെനിക്ക് പുല്ലാണ്. നീ എന്താ ഇപ്പൊ വിളിച്ചു പറഞ്ഞ നിനക്ക് പേപ്പർ എഴുതണ? ഏത് ചാനലാണ് വന്നത് നിന്നെ പറ്റി? നിന്റെ ഭാര്യയെ പറ്റി ഏത് ചാനലാണ് വന്നത്? ഞാൻ മറ്റേ നമ്മളെ ന്യൂസ് ചെയ്തുണ്ടല്ലോ, അതിൽ നോക്കിയാൽ ദിയ ചേച്ചി ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞ് ഒരു ഇതായിട്ടുണ്ട്. ഏതിലാണ്? ഏത് ചാനലാണ് വന്നേ? എടേ, അവൻ എന്തോ അപ്പാവി എങ്ങാണ്ടാണ്. അവന്റെ ഈ സംസാരം കേട്ട് നിങ്ങൾ അവൻ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന പോലെ തോന്നുകൂടെ? ഇപ്പൊ ആരാരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? പുള്ളി നല്ല വെച്ചാങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത്. എന്ത് ചെയ്യണം ചെയ്യേണ്ടത്? നീ ഇന്നലെ എത്ര രൂപ തന്നത്? ഇന്നലെ 8,72,000 ആണല്ലോ. കണക്കെടുത്ത് ഞങ്ങള്
1 കോടി ഒരുമിച്ച് ഇവിടുന്ന് പോയിട്ടുള്ള ക്യാഷും ഇവിടുന്ന് സാധനങ്ങൾ എത്ര സാധനം പോയിട്ടുണ്ടെന്ന് കണക്കെടുത്ത് ഞങ്ങളിന്ന്. നിങ്ങള് വേറെ കച്ചവടം നടത്തുന്നത് ഇവിടുത്തെ സാധനം കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഗസ്റ്റുകളുടെ കൂടെ നമ്പർ എടുത്ത് അവർക്ക് നിങ്ങൾ കച്ചവടം ചെയ്യുന്നല്ലേ? അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ രണ്ടുപേരുടെ ഭാഗത്തും എന്തൊക്കെയോ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഒരു മുതലാളി അറിയാതെ ഒരു സ്റ്റാഫിന്റെ അക്കൗണ്ടിലോട്ട് 30 ലക്ഷം രൂപ പോയെന്ന് പറയുമ്പോൾ അതങ്ങോട്ട് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ഗൈസ് നിങ്ങൾക്ക് തോന്നുന്നത് കണ്ടിട്ട്? എനിക്ക് ഈ ഒരു കാര്യത്തിൽ രണ്ടുപേരെയും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ ഇനി ഗ്രഡ്ജിന്റെ പുറത്താണ് ഇതൊക്കെ പറയുന്നതൊന്നും പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പറയൂ. ഇനി ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. അപ്പോൾ ശരിയെങ്കിൽ ടാറ്റ ബൈ ബൈ.